പ്രമുഖ ടീമുകൾ പാകിസ്ഥാൻ പര്യടനത്തിന് വരുമ്പോൾ മുൻനിര താരങ്ങളെ ഒഴിവാക്കുന്നതിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ കടുത്ത അമർഷം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള പരിശീലന പരമ്പരയ്ക്കായി പാകിസ്ഥാനിലെത്തിയ ഓസ്ട്രേലിയൻ ടീം തങ്ങളുടെ പ്രധാന താരങ്ങളെ പലരെയും ഒഴിവാക്കിയതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. പാറ്റ് കമ്മിൻസ്, ജോസ് ഹസൽവുഡ്, ടീം ഡേവിഡ്, ഗ്ലെൻ മാക്സ്വെൽ, നാഥൻ എല്ലിസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളില്ലാതെയാണ് ഓസ്ട്രേലിയൻ ടീം പാകിസ്ഥാനിലെത്തിയത്. പരിക്കിൽ നിന്ന് മോചിതരായി വരുന്ന ഇവർക്ക് ലോകകപ്പിന് മുൻപ് വിശ്രമം നൽകാനാണ് ഈ തീരുമാനമെന്നാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിശദീകരണം. വ്യാഴാഴ്ച നടന്ന ആദ്യ T20യിൽ നായകൻ മിച്ചൽ മാർഷ്, മാർക്കസ് സ്റ്റോയ്നിസ്, ജോസ് ഇംഗ്ലീഷ് തുടങ്ങിയ പരിചയസമ്പന്നരെയും പുറത്തിരുത്തി. 3 അരങ്ങേറ്റക്കാരുമായാണ് ഓസ്ട്രേലിയ കളത്തിലിറക്കിയത്. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ 22 റൺസിന് പരാജയപ്പെട്ടിരുന്നു. പിന്നാലെ പാകിസ്ഥാനിലെ മുൻ താരങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും ഓസ്ട്രേലിയയുടെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ഇപ്പോൾ ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾ അവരുടെ ദുർബലമായ നിരയെയാണ് അടുത്ത കാലത്തായി പാകിസ്ഥാനിലേക്ക് അയക്കുന്നത്. ഇതൊരു കടമ തീർക്കൽ പോലെയാണ് അവർ കാണുന്നത്. പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ മൊയിൻ ഖാൻ വ്യക്തമാക്കി. സന്ദർശക ടീമിലെ മികച്ച താരങ്ങളെ പോലും ആദ്യ മത്സരത്തിൽ പുറത്തിരുത്തുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ക്രിക്കറ്റ് നിരീക്ഷകൻ ഒമൈർ അലവി ലോകകപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന പരമ്പരയിൽ പോലും മികച്ച ടീമിനെ ഇറക്കാത്തത് അമ്പരപ്പിക്കുന്നുവെന്ന് മുൻ ചീഫ് സെലക്ടർ ഹാറൂൺ റഷീദ് വ്യക്തമാക്കി. തിരക്കേറിയ ക്രിക്കറ്റ് കലണ്ടറും വിവിധ ലീഗുകളുമാണ് താരങ്ങളുടെ ഈ വിശ്രമത്തിന് പിന്നിലെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കുന്നത്.